ഹായ് ഹലോ നമസ്കാരം. ബിജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ ഇതിൻ്റെ മറ്റൊരു പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 5 മലയാളം മോക്ക് ടെസ്റ്റിൻ്റെ പാർട്ട് 5 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ്സും കൂടെ കണ്ടോളൂ, എന്നിട്ട് ഈ ക്ലാസ്സിലേക്ക് വന്നോളൂ. തുടർച്ചയായിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് എഴുതിയിട്ട് പിന്നെ അതിലേക്ക് പോകാം. 10 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. നമുക്ക് സിലബസിനകത്ത് 10 മാർക്കാണ് പറയുന്നത്. ഏത് മലയാളത്തിന് നമുക്കറിയാം. സിലബസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. 45 മാർക്കിന് നമുക്ക് ജി കെ വരുന്നുണ്ട്. നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, 45 മാർക്ക് നമുക്ക് ജി കെയുടെ പോർഷൻ വരുന്നുണ്ട്. ആ ജി കെനകത്ത് സയൻസും സോഷ്യലും ഇൻക്ലൂഡിങ് കറണ്ട് അഫയർ അടക്കമാണ് വരുന്നത്. ഈ പറയുന്ന 45 മാർക്ക്. അത് കൂടാതെ 15 മാർക്ക് നമുക്ക് എന്ത് വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്. അങ്ങനെ 60 മാർക്കായില്ലേ. പിന്നെ എന്താണ്, 20 മാർക്ക് സൈക്കോളജി വരുന്നുണ്ട്, 80 മാർക്കായി. 10 മാർക്ക് മലയാളം, 10 മാർക്ക് മാത്സ്. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് LPUPക്ക് വേണ്ടിയിട്ടുള്ളത്. സോ അതിനകത്ത് 10 മാർക്ക് മലയാളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ് ഈ മലയാളമൊക്കെ പറയുന്നത്. അതുപോലെ സൈക്കോളജി നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലകളായിട്ട് നിങ്ങൾ എടുക്കണം. സോ മലയാളത്തിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്താണ് ഒരു അസറ്റ് തന്നെയാണ്. സോ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് എന്തായാലും ഇവിടെ നിന്ന് ചെയ്ത് നോക്കുക. ഇത് മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഉരുളക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ശൈലിക്ക് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് നമ്മൾ ശൈലികൾ കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം, ശൈലികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്ത്? രുചികരമായ ഭക്ഷണം, തക്ക മറുപടി, നിഷ്ഫല വസ്തു, നേർവിപരീതം. ഇവയിൽ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ നോക്കുക. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? നാലുകെട്ട്, ഖസാക്കിൻ്റെ ഇതിഹാസം, തോട്ടിയുടെ മകൻ, ഒരു സങ്കീർത്തനം പോലെ. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? നാലുകെട്ടിലെയാണോ, ഖസാക്കിൻ്റെ ഇതിഹാസമാണോ, തോട്ടിയുടെ മകനാണോ, ഒരു സങ്കീർത്തനം പോലെയാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ സ്പീഡിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കോളൂ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അളവ് എന്നർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അളവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പരിണാമമാണോ, പരിമാണമാണോ, പരിണതമാണോ, പരിമളമാണോ? ഏതാണ് എന്നുള്ളത് എഴുതിക്കോളൂ. ഓക്കെ, അളവ് എന്നർത്ഥം വരുന്ന പദം. അടുത്തത് ശരിയായ പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അർത്ഥം കറക്റ്റായിട്ടുള്ള അക്ഷരങ്ങൾ കറക്റ്റായിട്ട് പദം എഴുതാനായിട്ട് നമ്മളോട് പറയും. നോക്കുക, ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ദശരഥൻ എന്ന് പറയുന്നൊരു വാക്കാണ്. അത് പല രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് എഴുതി നോക്കൂ, ദശരഥൻ എന്ന് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിവിടെ എഴുതുക. ഓക്കെ, നാലാമത്തേൻ്റെ ആയല്ലോ. ഓക്കെ, എഴുതുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 5ലേക്ക് പോവാം. ശരിയായ രൂപം ഏത്? ഇവിടെയും എന്താണ്, മറ്റൊരു ഇതാണ്, വ്യത്യസ്തം എന്ന് പറയുന്നൊരു വാക്കാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് എഴുതുന്നത് വ്യത്യസ്തം എന്നുള്ളത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അത് ഇതിനകത്ത് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക. 6ാമത്തേലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര എന്ന കൃതി രചിച്ചത് ആരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? പ്രഭാകരൻ പഴശ്ശി, CP പള്ളിപ്പുറം, A വിജയൻ, മാലി. അപ്പോൾ ഇവരിൽ ആരാണ് അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത്? പ്രഭാകരൻ പഴശ്ശി, CP പള്ളിപ്പുറം, A വിജയൻ, മാലി. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദീപാവലി കുളിക്കുക എന്ന ശൈലി അല്ലേ, എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ദീപാവലി കുളിക്കുക മുൻപ് പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്നാലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. PSC പലതവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ദീപാവലി കുളിക്കുക എന്ന് പറയുന്നത്. പിശുക്ക് കാണിക്കുക, ധൂർത്ത് കാണിക്കുക, മിതമായി ചിലവാക്കുക, ആർത്തി കാണിക്കുക. ദീപാവലി കുളിക്കുക എന്ന് പറയുന്ന അർത്ഥം വരുന്ന ആ ഒരു ശൈലി ഏതാണ്? ഓക്കെ, അടുത്തത്, വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു, ക്രിയാവിശേഷണം ഏത്? വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു, ക്രിയാവിശേഷണം ഏത്? വെളുത്ത പശു വേഗത്തിൽ തിന്നുന്നു. ഇവയിൽ ഏതാണ് വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു എന്നതിലെ ക്രിയാവിശേഷണം? ഇതൊരു വാക്കാണ്, വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു എന്നുള്ളത്. ഈ വാക്കിലെ ക്രിയാവിശേഷണം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? വെളുത്തയാണോ, പശുവാണോ, വേഗത്തിലാണോ, തിന്നുന്നു എന്നുള്ളതാണോ? ഓക്കെ, കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ, AR രാജരാജവർമ്മ, CV രാമൻപിള്ള, രാജ രവിവർമ്മ. ഇവരിൽ ആരാണ് കേരള വാത്മീകി എന്ന് അറിയപ്പെടുന്നത്? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണോ, AR രാജരാജവർമ്മയാണോ, CV രാമൻപിള്ളയാണോ, രാജ രവിവർമ്മയാണോ? ഓക്കെ, അടുത്ത ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാഴയില എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? വാഴയില എന്ന് പറയുന്നത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആഗമസന്ധിയാണോ, ആദേശസന്ധിയാണോ, സ്വരസന്ധിയാണോ, ലോപസന്ധിയാണോ? ഇവയിൽ ഏതാണ് വാഴയില എന്ന് പറയുന്ന സന്ധി? ഓക്കെ,
10 ക്വസ്റ്റ്യൻസ് ആയി. ഇനി നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. കൃത്യമായിട്ട് നോക്കുക, നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഉരുളക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം അല്ലേ, ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഉരുളക്കുപ്പേരി നമ്മളത് നമ്മുടെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൽ വേറെ നോക്കേണ്ട കാര്യമില്ല. തക്ക മറുപടി ഓപ്ഷൻ ബി അല്ലേ. അതായത് നമ്മൾക്ക് ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ തിരിച്ച് നമ്മൾ എന്താണ് മറുപടി പറയുകയാണ് അല്ലേ. അപ്പോൾ ഉരുളക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം തക്ക മറുപടി ഓപ്ഷൻ ബി. അടുത്ത് രണ്ടാമത്തെ, അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അപ്പുക്കിളി ഏത് കൃതിയിലാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലേ. ഓക്കെ, അപ്പോൾ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതിയിലെ എന്താണ് കഥാപാത്രമാണ് അപ്പുക്കിളി. കഥാപാത്രങ്ങളും കൃതികളൊക്കെ പഠിച്ചു വെച്ചോളൂ, എഴുത്തുകാർ അതൊക്കെ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസം. അടുത്തത് അളവ് എന്ന അർത്ഥം വരുന്നില്ലേ, അളവ് അല്ലേ. പരിണാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മളൊക്കെ പരിണമിച്ചെത്തിയതാണ് എന്ന് നമുക്കറിയാം അല്ലേ. പിന്നെയോ പരിണതമല്ല, പരിമളമല്ല, ഏതാണ്? പരിമാണം അല്ലേ. പരിമാണം, പാരിമാണികം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, മലയാളത്തിനകത്ത് ഉണ്ട് അല്ലേ. അപ്പോൾ പരിമാണമാണ് എന്തെന്ന് പറയുന്നത്, അളവ് എന്നർത്ഥം വരുന്ന പദം പരിമാണം. ഓക്കെ, 4 ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദശരഥൻ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ എഴുതും നോക്കുക. ദശര എന്ന് പറയുന്ന ആ ഒരു 3 വാക്ക് ഇവിടെ കറക്റ്റാണ്. ബാക്കിയാണ് ദൻ ഇതിലേതാന്നുള്ളതാണ്. നമ്മൾ ദശരഥൻ എന്ന് എഴുതുന്ന സമയത്ത് ഈ ദ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ദാ വരുന്ന ഇതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ദശരഥൻ, ഇങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുന്നത്. ഓക്കെ, ദശരഥൻ. ഓക്കെ അല്ലേ. അപ്പോൾ 4ാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത് നോക്കുക, ശരിയായ രൂപം ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വ്യത്യസ്തം എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും നോക്കൂ. വ്യത്യസ്തം എങ്ങനെയാണ് എഴുതുക? നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തം എന്ന് എഴുതുക. ഓപ്ഷൻ ഡി അല്ലേ, ഇതും ഓപ്ഷൻ ഡി തന്നെയാണ്. വ്യത്യസ്തം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളവർ എന്ത് ചെയ്തു, ശരിയിട്ടുള്ളൂ. അടുത്ത 6ാമത്തേത്, അപ്പൂപ്പൻ താടിയുടെ സ്വർഗ്ഗയാത്ര എന്ന കൃതി. അപ്പൂപ്പൻ താടിയുടെ സ്വർഗ്ഗയാത്ര എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രഭാകരൻ പഴശ്ശി, CP പള്ളിപ്പുറം, A വിജയൻ മാലി. ഇവരെല്ലാവരാണ്? CP പള്ളിപ്പുറമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് 6ാമത്തെ ഉത്തരം. ഓപ്ഷൻ ബി CP പള്ളിപ്പുറം. ഏത്? അപ്പൂപ്പൻ താടിയുടെ സ്വർഗ്ഗയാത്ര. ഓക്കെ, ഇതൊരു കൃതിയാണ് അപ്പൂപ്പൻ താടിയുടെ സ്വർഗ്ഗയാത്ര എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോളൂ, CP പള്ളിപ്പുറം. അടുത്ത 7, ദീപാവലി കുളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലിയല്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയെന്ന് വെച്ചാൽ ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അതങ്ങനെയാണ്. അങ്ങനെ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ തിരുത്തുക. ഓക്കെ, അപ്പോൾ ദീപാവലി കുളിക്കുക എന്ന് പറയുന്ന ആ ഒരു ശൈലി, ഇതാണ് ശൈലി. ദീപാവലി കുളിക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ എഴുതി വന്ന ടൈപ്പിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. ദീപാവലി കുളിക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്തെന്നുള്ള രീതിയിൽ വായിക്കുകയാണെങ്കിൽ പിശുക്ക് കാണിക്കുക, ദൂർത്ത് കാണിക്കുക, മിതമായി ചിലവാക്കുക, ആർത്തി കാണിക്കുക. എന്താണ്? ദൂർത്ത് അടിച്ച് ചിലവാക്കുക എന്നുള്ള അർത്ഥത്തിൽ അഭിനയം. ദൂർത്ത് കാണിക്കുക അല്ലേ. ഓപ്ഷൻ ബി അല്ലേ. ദീപാവലി കുളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂർത്ത് കാണിക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, ദീപാവലി കുളിക്കുക എന്ന് പറയുന്ന ആ ശൈലിയുടെ അർത്ഥം എന്താണ്? ദൂർത്ത് കാണിക്കുക. അടുത്തത് 8, വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു. അതിൽ ക്രിയാവിശേഷണമാണ് നമ്മളോട് ചോദിച്ചിട്ടില്ലേ. ക്രിയാവിശേഷണം, ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്ക്, അത്രയേ ഉള്ളൂ. ഇവിടെ ക്രിയ എന്താണ് നമുക്കറിയാം. വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു. ഇവിടെ തിന്നുന്നു എന്ന് പറയുന്നതാണ് ക്രിയ അല്ലേ. പക്ഷെ നമ്മളോട് ക്രിയയല്ല ചോദിച്ചിട്ടുള്ളത് അല്ലേ. തിന്നുന്നു എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഉണ്ട് അല്ലേ. നമുക്ക് ഓപ്ഷൻ ഡി വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്രിയ വിശേഷണമാണല്ലേ. ക്രിയയെ വിശേഷിപ്പിക്കുന്ന എന്താണ്? തിന്നുന്നു എന്നതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വേഗത്തിൽ തിന്നുന്നു അല്ലേ. അപ്പോൾ വേഗത്തിൽ എന്ന വാക്കുകൊണ്ടാണ് ആ തിന്നുന്നു എന്ന് പറയുന്ന ക്രിയയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വേഗത്തിൽ തിന്നുന്നു. സോ ക്രിയാവിശേഷണം ഏതാണ്? വേഗത്തിൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി വേഗത്തിൽ എന്നതാണ് ഇവിടുത്തെ ക്രിയാവിശേഷണം. വെളുത്ത പശു, പശുവിനെ വെളുത്ത എന്നുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അത് ക്രിയയല്ല, നാമമല്ലേ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിന്നുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ അല്ലേ. പക്ഷേ ചെയ്യുന്ന ക്രിയ എന്താണ്? തിന്നുക എന്നുള്ള ക്രിയയാണ് ചെയ്യുന്നത്. ആ ക്രിയയെ എന്താണ്? വേഗത്തിൽ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് ക്രിയാവിശേഷണം. സോ ക്രിയാവിശേഷണം ഏതാണ് ഇതിൽ? വേഗത്തിൽ എന്ന് പറയുന്നത്. വേഗത്തിൽ തിന്നുന്നു അല്ലേ. തിന്നുന്നു എന്ന ക്രിയ വേഗത്തിൽ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. ക്രിയാവിശേഷണം വേഗത്തിൽ. ഓപ്ഷൻ സി. അടുത്തത്, കേരള വാത്മീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ. നമുക്കറിയാം കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണെന്ന് നമുക്കറിയാം. അപ്പോൾ 9ാമത്തെ ഉത്തരം ഓപ്ഷൻ എ. അടുത്തത് 10, വാഴയില എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? വാഴയില. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് പിരിച്ചെഴുതി നോക്കൂ. വാഴ അല്ലേ. വാഴ പ്ലസ് ഇലയാണല്ലോ വാഴയില അല്ലേ. വാഴ പ്ലസ് ഇലയാണ് വാഴയില എന്ന് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. വാഴയില, വാഴ പ്ലസ് ഇല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ എഴുതുന്ന സമയത്ത് എന്തായി മാറി? വാഴ ഇല അല്ലേ. അപ്പോൾ ഇവിടെ ഈ വാഴ എന്ന് പറയുന്ന വാക്ക് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ഈ ഇല എന്ന് പറയുന്ന നോക്ക്, ഈ ഒരു ഇതല്ലേ, ഈ ഒരു പുള്ളിയും കൂടെ ആയിട്ട് അല്ലേ ഉണ്ട് അല്ലേ. വള്ളിയും ആ ഒരു ല എന്ന് പറയുന്ന അതുണ്ട് അല്ലേ. ഈ യായാണ് ഇവിടെ ആഗമിച്ചിട്ടുള്ളത്. നോക്കൂ, ഈ യാ ഇവിടെ ആഗമിച്ചതാണ് അല്ലേ. പുതിയൊരു വാക്ക് വന്നാണ്. വാഴ പ്ലസ് ഇല എന്ന് പറയുന്ന 2 വാക്കുകൾ കൂട്ടിച്ചേർത്തി വാഴയില എന്നായപ്പോൾ ആ വാഴയും ഇലയും ഇവിടെ തന്നെ ഉണ്ട്. യാ എന്ന് പറയുന്ന ഒരു വാക്ക്, ആ ഒരു അക്ഷരം അവിടെ ആഗമിച്ചു അല്ലേ. സോ നമുക്കിവിടെ എന്താണ് ഇവിടെ എഴുതാൻ സാധിക്കും? ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും. ആഗമസന്ധിക്ക് ഉദാഹരണമാണ് വാഴയില എന്ന
പദം. ഓക്കെ, വാഴയില എന്ന പദം ഇവിടെ ആഗമിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? യാ എന്ന് പറയുന്നൊരു വാക്ക് ആഗമിച്ചിട്ടുണ്ട്. വാഴയില എന്നായി, വാഴ പ്ലസ് ഇല വാഴയില എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ആഗമസന്ധിയാണ്. സോ സന്ധികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. 10 നമ്മളിവിടെ നോക്കി. അതിനകത്ത് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് 10 ക്വസ്റ്റ്യൻ ചെയ്തതിൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. LPUPയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും, നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് 9747886626 എന്ന് പറയുന്ന നമ്പറിലേക്ക്, പേജ്3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറാണ്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. 10 ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഏതെങ്കിലും തെറ്റിച്ചെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് ചോദിച്ച് പറഞ്ഞോളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്ന ക്ലാസ്സുകൾ നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ഈ ഒരു എക്സാമിൻ്റെ തിരക്കും എല്ലാം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയുന്ന ക്ലാസ്സുകൾ നമുക്ക് അത് ചെയ്തു തരാം, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ടോപ്പിക്കുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ ആ ടോപ്പിക്കുകളുടെയൊക്കെ വരും ക്ലാസ്സുകൾ എന്ത് ചെയ്യും, ആ ടോപ്പിക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. മാത്സും ഇംഗ്ലീഷൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അത് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളത് വരും. ഓക്കെ, വരും ക്ലാസ്സുകൾ അതെന്തായാലും വരും. സോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.